അച്ഛനെവിടെ? എന്ത് പണിയാ പൊന്നെ ചെയ്തോണ്ടിരിക്കുന്നത്? അമ്മ കളർ ചെയ്യാനൊക്കെ ബുക്ക് തന്നിട്ടില്ലേ പോയത്? എന്നിട്ട് ഇതാണ് ചെയ്തോണ്ടിരിക്കുന്നത്? അതിൽ കാഴ്ച എന്താ? എന്താ പൊന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ വെള്ളത്തിൽ ഇങ്ങനെ വന്ന് കളിക്കണ്ടെന്നുള്ളത്? ഏത് നേരം. അല്ല നിന്റെ അച്ഛൻ്റെ അവിടെ പോയി ഉറങ്ങ്. അമ്മക്ക് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലേ 2 മാസം എങ്ങനെ ഞാൻ കഴിച്ചു കൂട്ടുന്നത്? കൊണ്ട് വാ അവിടെ. എന്ത് കഷ്ടമാണ് അമ്മേ. പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റ്. എന്താ അമ്മ അത്? ഇവിടെ വന്ന് കിടക്ക. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? നീ എന്തായാലും അങ്ങനെ ചോദിച്ചത്? ചെക്കനോട് പൈപ്പും തുറന്നിട്ട് കളിച്ചോണ്ടിരിക്ക. അതൊന്നും അമ്മ കാണുന്നില്ലേ? നിന്റെ ചെക്കൻ എന്ത് കുരുത്തക്കേടാടി. അല്ലെങ്കിലും അവനെ നോക്കാന്നും എന്നെ കൊണ്ട് കഴിയില്ല. കളർ ബുക്കും പെൻസിലും ഒക്കെ എടുത്തിട്ട് അവിടെ കളർ അടിക്കാൻ പറഞ്ഞതാ. അതിപ്പോ പൈപ്പിന്റെ ചോട്ടിൽ പോയി കളിക്കുന്നത് ഞാൻ കണ്ട. രാവിലെ ഇവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഓഫീസിൽ പോയത്. പിന്നെ അമ്മയ്ക്ക് ഇവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. വെറുതെ ഫോൺ നോക്കി ഇങ്ങനെ ഇരിക്കുന്നല്ലേ. ഇടയ്ക്കെങ്കിലും ഒന്ന് കുഞ്ഞിനെ ശ്രദ്ധിച്ചൂടെ? ഇത്രയും നേരം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടെങ്കിലേ പനി വരില്ല അവന്. ഏത് നേരം ഫോൺ നോക്കേ. അതിന് നീ കണ്ടടേ പെണ്ണെ ഓവറായിട്ട് എന്റെ തലയിൽ കയറാൻ നിൽക്കല്ലേ. കുറെ നേരം ഞാൻ ചെക്കന്റെ പുറകെ നടന്നതാ. ഞാൻ ചുമരിലൊക്കെ ഒന്ന് പോയി നോക്ക്. അവിടെ ഇവിടെയൊക്കെ കുത്തി വരച്ചിട്ടേ 2 കൊടുത്തു. ഞാന് ഒന്ന് നടു നിവർത്താൻ വേണ്ടിട്ടാ ഇത്തിരി വന്ന് കിടന്നത്. അപ്പോഴേക്കും ആ കുരുത്തം കെട്ടത് അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഞാൻ കണ്ട. നീ ഒരു കാര്യം ചെയ്, നാളെ ഓഫീസിൽ പോകുമ്പോ ചെക്കനെയും കൊണ്ടുപോ. അല്ലാണ്ട് ഇവിടെ നിർത്തണ്ട. ഇന്നലെ വല്ല സ്കൂൾ അടച്ചല്ലേ ഉള്ളൂ അമ്മ. ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ പറഞ്ഞാ ഇനി 2 മാസം എന്താക്കും? പിന്നെ 2 മാസം വരെ ആ ചെക്കനെയും നോക്കിയിട്ടുണ്ടെങ്കിലേ ഞാൻ നടുവോടിഞ്ഞ് ഇവിടെ കിടക്കേണ്ടി വരും. എന്നെ കൊണ്ടൊന്നും കഴിയില്ല. നീയേ വേറെ വല്ല വഴിയും നോക്ക്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? 2 മാസം ലീവ് എടുത്തിട്ടേ ഞാൻ കുഞ്ഞിനെ നോക്കിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെ ഒരുപാട് ചെലവുണ്ട്. എല്ലാം ഏട്ടൻ കൊണ്ടുവന്നിട്ട് ആവും തോന്നുന്നുണ്ടാ? അമ്മയ്ക്ക് എന്നെ 3000 രൂപന്റെ മരുന്ന് വേണ്ടേ മാസത്തില്? അല്ലമ്മേ ഇത്രയും കാലം അവനെ നോക്കിയിട്ടൊന്നും ഇല്ലല്ലോ. ഈ 2 മാസമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനും പറ്റില്ലേ? പിടി മോളെ, നീ വിചാരിക്കുന്ന പോലത്തെ ചെക്കനൊന്നും അല്ലാതെ. നിന്നെ കുറച്ച് പേടിയുള്ളത് കൊണ്ടേ പറയണതൊക്കെ കേൾക്കുന്നുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ചെക്കൻ ഒരു വക കേക്കണ്ടേ? അതിന് അവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? അമ്മ ഇടയ്ക്കെങ്കിലും അവനെ കളിപ്പിക്കും കൊഞ്ചിക്കുകയൊക്കെ ചെയ്യണം. അല്ലാണ്ട് ഏത് നേരം കുഞ്ഞ് അവിടെ വരച്ചു, ഇത് ചെയ്തു, പാത്രം തട്ടിയിട്ടു, ചേറ് പൊടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റവും പറഞ്ഞ് നടന്നാലേ പിന്നെ എങ്ങനെയാ അവൻ അവൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടാവുക? പിന്നെ ചെക്കൻ ചുമര് മുഴുക്ക വരച്ചോണ്ട് നടക്കതേ കൈയും കെട്ടി ഞാൻ നോക്കിയിരിക്കണ? എന്തായാലും എന്നെ കൊണ്ട് കഴിയില്ല. നീ നോക്കിക്കോ. അവന്റെ കൂട്ടിനെ ആർക്കും പിടിക്കില്ലല്ലോ. കുഞ്ഞോ എന്നെന്താ ഇപ്പൊ ഇറുപുറത്തിട്ട് പോണത്? ആരാ ഈ സമയത്ത്? എന്താടി അഞ്ചു മോളെ, നീ അമ്മനെയൊക്കെ ഓർമ്മയുണ്ടാ? എത്ര ദിവസമായി വിളിച്ചിട്ട്? ഓഹോ, ഇനിയിപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ. ആ അല്ല, എന്താ വിശേഷം? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ ജോലി കഴിഞ്ഞിട്ട് കുറെ നേരം നിന്നെ വിളിക്കുന്നത്. അമ്മയോട് വെച്ചപ്പോ അറിയില്ല പറഞ്ഞ്. എന്തൊക്കെ ഇരിക്കുക? ഒന്നുമില്ല. ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട. ഞാൻ വരുന്ന വഴിക്ക് ഭാസ്കരേട്ടനെ വീട് പഠിച്ചേ. പിന്നെ ഞാൻ നാളെ വരാൻ കുറച്ച് വൈകുണ്ടോ? ഓഫീസിൽ ഒരു റിട്ടയർമെന്റ് പരിപാടി ഉണ്ട്. മൂപ്പരെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞിട്ട് മൂപ്പരെ വീട്ടിലൊന്ന് പോകാനുണ്ട്. അതും കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്തായാലും രാത്രി കേട്ടോ, ഒരു 9 മണി കഴിയേ. അല്ലോടോ, ഞാൻ ഒരു കാര്യം പറയുമ്പോ നീ എന്താ ഈ ഫോണിൽ നോക്കിട്ട് കൂ പറയുന്നത്? അല്ല, നീ എന്താ എത്ര അത്യാവശ്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഞാനിവിടെ അടുത്തെവിടെയെങ്കിലും കുഞ്ഞൂസിന് പറ്റിയ സമ്മർ വെക്കേഷൻ ക്യാമ്പ് ഉണ്ടോ നോക്കായിരുന്നു. എനിക്ക് തലയ്ക്കെന്തെങ്കിലും അസുഖമുണ്ടോ? ഈ LKG പഠിക്കുന്ന കുഞ്ഞിനാണ് സമ്മർ വെക്കേഷൻ ക്യാമ്പ്. ആ കൂടെ 1 വർഷം പഠിച്ചിട്ട് 2 മാസമല്ലേ ലീവ് കിട്ടുള്ളൂ. അത് ഓടിച്ചാടി കളിക്കട്ടെ. അല്ല, നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു? അച്ഛൻ്റെയും അമ്മേൻ്റെ തറവാട്ടിലൊക്കെ പോയിട്ട് പാടത്തും പറമ്പത്തും മാവിലൊക്കെ കയറി കളിക്കല്ലേ. അങ്ങനെ ഓടിയും ചാടി വീണ്ടും കളിച്ചാൽ മതി. എന്നാലേ ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ ബുദ്ധി വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഏത് നേരം പുസ്തക പുഴയിരുന്നുണ്ടല്ലോ വേറെ എന്തെങ്കിലും ആയിരിക്കും അവന് വരിക. ഒരു ക്യാമ്പിനും വേണ്ട. എന്നൊരു കാര്യം ചെയ്യ്, ഏട്ടൻ 2 മാസം ലീവ് എടുത്തിട്ടേ കുഞ്ഞിനെ നോക്കി ഇവിടെ തന്നെ ഇരുന്നോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കുഞ്ഞിനെ നോക്കി ഇവിടെ അമ്മയില്ലേ? പിന്നെ അമ്മ നന്നായി നോക്കും. ഞാനേ 2 മാസം പിന്നെ എന്റെ വീട്ടിൽ കൊണ്ടുകൊടുത്തേ. നിന്റെ വീട്ടിലേക്കോ? എന്തിന്? പിന്നെ 2 മാസം ഞാൻ എന്റെ കുഞ്ഞിനെ കാണാണ്ടിരിക്കല്ലേ? അല്ലെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടാകുമ്പോ നീ എന്തിനും കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കുന്നത്? അതിന് അമ്മ ഇവിടെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ, കുഞ്ഞിനെ നോക്കണ്ടേ. അതന്നെയാ ഞാൻ പറഞ്ഞത്, എന്റെ വീട്ടിൽ കൊണ്ടുവിടാന്നുള്ളത്.
അവരാണെങ്കിൽ നന്നായിട്ട് നോക്കും. പിന്നെ ആഴ്ചയ്ക്ക് ഒരു ദിവസം നമുക്കൊന്ന് അവനെ കാണാൻ പോയാൽ പോരെ? നിനക്കെന്താ സന്ധ്യ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ നിന്റെ വീട്ടുകാർ നോക്കിയൊന്നും ശരിയാവില്ല. അല്ല നീ എന്താ പറഞ്ഞ? അമ്മ ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല, കുഞ്ഞിനെ നോക്കണ്ടെന്നാ? ഇത് വെറുതെ നല്ല രീതിയിൽ കഴിഞ്ഞ കുടുംബത്തിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ? ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിന്നോ? ദേട്ടാ അനാവശ്യമായിട്ട് ഓരോന്നും പറയാൻ നിൽക്കല്ലേ. നിങ്ങളുടെ അമ്മ തന്നെയാ പറഞ്ഞത് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല എന്നുള്ളത്. കുഞ്ഞിന് നോക്കാൻ പറ്റില്ല അമ്മ പറഞ്ഞോ? നീ ഓരോന്ന് അമ്മയോട് ഞാൻ നേരിട്ട് ചോദിക്കാം. ഓ, ഞാൻ പറഞ്ഞല്ലേ വിശ്വസിക്കാത്തത്. നേരിട്ട് പോയിട്ട് മനസ്സിലാക്കട്ടെ. കുഞ്ഞു വാ, അവിടെ വാ. ഇല്ല, ഇതെന്താ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത്? അമ്മ എങ്ങോട്ടാ? ആ അത് മോനെ, അമ്മ പറയാൻ വിട്ടുപോയടാ. അഞ്ചു നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഭർത്താവേ ജോലി കഴിഞ്ഞ് വരുമ്പോ അമ്മനെ കൂട്ടി അങ്ങോട്ടേക്ക് വരും അത്രേ. ഇനിയിപ്പോ കുറച്ചു ദിവസം അമ്മ അവിടെ ആയിരിക്കുവേ. എന്താ പെട്ടെന്നൊരു തീരുമാനം? ഇത്രയും ദിവസം അഞ്ചൊരു ഫോൺ പോലും വിളിക്കുന്നില്ല പറഞ്ഞിട്ട് അമ്മയ്ക്ക് പരാതി ആയിരുന്നല്ലോ. ഇപ്പൊ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് കുറച്ച് ദിവസം നിൽക്കാന്നോ? ഒരു കാര്യമില്ല, അവള് കൊണ്ടുപോകുന്നൊന്നുമില്ല. അല്ല എന്തിനാ അത്യാവശ്യമായിട്ട് പോകുന്നത്? എടാ, രണ്ടാളും ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ. പാറുവാണെങ്കിൽ 2 മാസം സ്കൂളിൽ ലീവാ. ഇപ്പൊ അവളിനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? ഫ്ലാറ്റിലാണെങ്കിൽ ആരെങ്കിലും കിട്ടണില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ എന്നെ വിളിച്ചതാ. എന്താ അങ്ങനെ പറയുന്നത്? കുഞ്ഞൂസിന് വെക്കേഷൻ അല്ലേ? അമ്മ ഇട്ടേച്ച് പോയ പിന്നെ കുഞ്ഞിനെ ആരും നോക്കാ? അവരെ പോലെ ഞങ്ങളും രണ്ടാളും ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ? അതും പറഞ്ഞിട്ട് എനിക്ക് മോൾ വിളിക്കുമ്പോ പോകാതിരിക്കാൻ പറ്റുവാടാ? ചെക്കനെ വേണമെങ്കിലേ നീ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്. അവിടെ നോക്കാൻ കുറെ ആൾക്കാരില്ലേ. അതെങ്ങനെയാ അമ്മ ശരിയാവാ? രണ്ടാളും ഏത് നേരവും പറയുമല്ലോ കുഞ്ഞിനെ എന്റെ വീട്ടുകാർ നോക്കിയാൽ ശരിയാവില്ല, സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല എന്ന്. ഇതാ ഇപ്പൊ കൂടി ഏട്ടൻ പറഞ്ഞേയുള്ളൂ അങ്ങോട്ട് വിടണ്ടെന്നുള്ളത്. ഇത്രയും ബുദ്ധിമുട്ടിയേ എന്തായാലും വിടാൻ നിൽക്കണ്ട, അമ്മ തന്നെ നോക്കിയാൽ മതി. നിനക്ക് എന്തായാലും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പോവാൻ നിൽക്കുക. ഇനിയിപ്പോ അവൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. തൽക്കാലം അവൻ അവിടെ കൊണ്ട് വിട്. ഞാൻ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും എന്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ലമ്മേ. കാരണം 1 രൂപ പോലും ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. എല്ലാം ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടാ ചെലവാക്കുന്നത്. 5 ഒന്നും ഇങ്ങോട്ട് തരില്ലല്ലോ. അപ്പൊ ഞങ്ങക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോഴേ അമ്മ ഇവിടെ തന്നെയാ നിൽക്കേണ്ടത്. എടീ നിർത്തടി, ഞാനേ എന്റെ മോളുടെ കുട്ടിയെ നോക്കാൻ വേണ്ടിട്ടാ പോകുന്നത്. അപ്പൊ ഇവിടെയുള്ളത് ആരാ അമ്മ? മോന്റെ കുട്ടിയല്ലേ. അപ്പൊ അതിനെ ആരാ നോക്കുക? എടാ നീ എന്ത് നോക്കി നിൽക്കുക? നിന്റെ മുന്നിലല്ലേ അവൾ എന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ പോരായിട്ട് തന്നെയാ. അല്ലമ്മേ, അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? അമ്മന്റെ എല്ലാ കാര്യം ഞങ്ങളിൽ നോക്കല്. അഞ്ചു എന്തെങ്കിലും ചെയ്തല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ആവശ്യം വരുമ്പോ അമ്മ ഇവിടെയാ നിൽക്കേണ്ടത്. എന്നാലും അമ്മ വേണ്ട, അഞ്ചുവിനോട് ഒരു മെയ്ഡിനെ വെക്കാൻ പറയും. പിന്നെ നിങ്ങളുടെയൊക്കെ വാക്കും കേട്ട് ഞാൻ ഇവിടെ ഇരിക്കല്ലേ? അല്ലെങ്കിൽ എന്റെ മോളുടെ വീട്ടിൽ പോകുന്നതിന് നിങ്ങളുടെ രണ്ടിന് പെർമിഷൻ എന്തിനാടാ? ഞാൻ പോവുക. ഇപ്പൊ എന്താ ഏട്ടാ, നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾ ആൺമക്കളെ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അമ്മമാർക്ക് നിങ്ങളുടെ മക്കളെക്കാളും കൂടുതൽ ഇഷ്ടം അവളുടെ പെൺകുട്ടികളുടെ മക്കളോടായിരിക്കും. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്നും വിശ്വാസമായെന്ന് വരില്ല. ഇനി നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക് നിങ്ങളുടെ അമ്മായിമ്മ എങ്ങനെയാന്നുള്ളത്.